ഹലോ. സോറി കേക്കാവോ? കേൾക്കാം. അതെ കേക്കാം. കൂൾ. സോറി, സ്റ്റഡി ജാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അത് ഹോസ്റ്റ് ഞാനായിരുന്നു. ഞാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിട്ടുപോയി. 9:30 ആയിരുന്നു. കൂൾ. സോ ദിസ് ഇസ് ദ ഹോൾ അബൌട്ട് ഡിസ്കോഡ്. സോ ഡിസ്കോഡ് ആക്ച്വലി ഇതുവരെ ഡിസ്കോഡിലോട്ട് ജോയിൻ ചെയ്യാത്ത എത്ര പേരുണ്ട്? കെൻ യു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്? Okay, there are a couple of you. No, this is the thing. So entire communication ഡിസ്കോഡിലാണ് ടിങ്കറാക്കിൻ്റെത് നടക്കുന്നത്. ഈവൻ ഇപ്പൊ നടക്കുന്ന ലേണിംഗ് പ്രോഗ്രാംസ് തൊട്ട് മെന്റർ കണക്ട് തൊട്ട് പ്രൊജക്ട് അപ്ഡേറ്റ്സ് തൊട്ട് സർവേസ് തൊട്ട് എല്ലാം ഡിസ്കോഡിലാണ് നടക്കുന്നത്. Now, coming to the philosophical reason, let's start with Discord. Why Discord? Last year, Tinkerak വാട്സാപ്പിലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. It was almost a chaos, but still manageable because 28 venues ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ വെന്യൂസിലോട്ടും ഇപ്പം ഈവൻ വാട്സാപ്പ് ആണെങ്കിൽ കൂടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് കയറി നോക്കാം എന്താ പറ്റുന്നത്, എക്സെട്ര എക്സെട്ര. ഹലോ, അരുന്ധ ചേച്ചി കേൾക്കുന്നുണ്ടോ? ഓക്കെ, കൂൾ കൂൾ. സോ ഗൈസ്, എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടണം. സോ മറ്റേ എന്താ പറയാ, ഇതിന്റെ മറ്റേ മീറ്റിന്റെ ലിങ്കിൽ ചെറിയൊരു എറർ ഉണ്ട്. ലൈക്ക് സ്ക്രിപ്റ്റിംഗ് ബേസിക്സ് പൈത്തൺ ടൈപ്പ് സ്ക്രിപ്റ്റ്, അത് ചെറിയ ലൈക്ക് ബേസിക്കലി നമ്മൾ പൈത്തൺ വെച്ചിട്ടേക്കോ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ അല്ലേ? ലൈക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവില്ല. അതിനെ കുറച്ചും കൂടി വെബ് ജാവ സ്ക്രിപ്റ്റ് അതിലേക്ക് വരുന്നത്. ലൈക്ക് പൈത്തൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? മറ്റേ തംസ് അപ്പ്. ഓക്കെ. സോ പീപ്പിൾ, ഞങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടണം എങ്ങനെയാ ഇത് എടുക്കേണ്ട അറിയില്ല. സോ ഈ ഇത് ഇപ്പോ ലൈക്ക് പൈത്തൺ ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒന്ന് കംഫർട്ട് ചെയ്യോ? ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് പൈത്തൺ ഫസ്റ്റ് തൊട്ട് തുടങ്ങാൻ? ഇപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വലിയ ഐഡിയ ഇല്ല, ലൈക്ക് ഫസ്റ്റ് ടൈം ആണ് ഗെറ്റിംഗ് ഇൻ ടു പൈത്തൺ. ആ ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് കംഫർട്ടബിൾ എന്തെങ്കിലും സംഭവം റിയാക്ഷൻ ആണ് ഇതേതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓ, ഓക്കെ. അപ്പോ ലൈക്ക് എന്തെങ്കിലും കൂടെ കമന്റ് ചെയ്തോ അല്ലെ പറയണ്ടോ? അല്ലെങ്കിൽ ചെയ്തോ? സോ ഇപ്പൊ ഞാൻ പൈത്തൺ ഫസ്റ്റ് തൊട്ട് തുടങ്ങണം. എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു എങ്ങനെയാണ് ചെയ്യേണ്ടത്?
ഒന്ന് കമന്റ് ചെയ്യാമെങ്കിൽ ഫസ്റ്റ് തൊട്ട് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക കുറച്ചും കൂടി ടൂൾസ് അങ്ങനെ വെച്ച് തുടങ്ങണോ എങ്ങനെ അതിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ശരി. ഓക്കെ, നമുക്ക് വരുന്നില്ല. എന്താ ചെയ്യാം ഇതെന്നാ അപ്പൊ ഫസ്റ്റ് തൊട്ട് തുടങ്ങണമെങ്കിൽ കൺസെപ്റ്റ് ഇടുക, റാൻഡംലി ഏതെങ്കിലും കുറച്ച് ലൈബ്രറീസും സാധനമൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ ഗ്രഫീറ്റി മറ്റു സംഭവം ഫോണ് വരുത്തി ആ റിയാക്ട് ചെയ്യുക. Can you guys do that? ഓക്കെ 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 ഓക്കെ. ആ ഫുൾ കംപ്ലീറ്റ്. ഓക്കെ, എന്നാ പിന്നെ ഇൻസ്റ്റലേഷൻ സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാം. നമുക്ക് സോ ഈ API കോൾസ് എങ്ങനെയാ ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞുതരാം. യൂഷ്വലി നമുക്ക് ആവശ്യം വരുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. സോ ഈ API സേതു എന്ന് പറഞ്ഞ ആക്ച്വലി സോ എന്റെ ഒരു വിശ്വാസത്തിൽ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ലൈക് പൈത്തൺ ബേസിക്കലി ഉണ്ട് എന്നാണ്, ലൈക് പൈത്തൺ ഇൻസ്റ്റാളായി ബേസിക്കലി ഉണ്ട് എന്നാണ് ഇതൊരു ഓക്കെ അല്ലേ? കൺസെപ്റ്റ് കിട്ടോ? ഓക്കെ ആണെങ്കിൽ കിട്ടോ, എന്റെ കൺസിഡർ കിട്ടോ? സോ API സേതു എന്ന് പറഞ്ഞൊരു ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ട്. സോ ഞാൻ ലൈക്ക് ജസ്റ്റ് ഒരു API ഇങ്ങനെയാണ് പൈത്തൺ ആയിട്ട് ഇന്റർഫേസ് ചെയ്യുക, ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ മറന്നു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു ആപ്പ്. സോ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ടോക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് API. ഓക്കെ, ഇതിപ്പം പൈത്തൺ അങ്ങനെയല്ല. ലൈക്ക് ബേസിക്കലി ഏതൊരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ യൂഷ്വലി ഇന്റർനെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. സോ അതിന് ഡിഫറെന്റ് എന്തൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പൈത്തൺ ഫസ്റ്റ് തൊട്ട് എടുക്കാനുള്ള പ്ലാൻ സോ API നമുക്ക് കുറെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് APIs ഉണ്ട്. അതിൽ അത്യാവശ്യം കുറച്ച് ഫേമസ് ആയ ഒരു API ആണ് REST APIs, റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. അത് കേൾക്കാൻ വലിയ കഷ്ടപ്പാടാണ്, പക്ഷെ വലിയ പണിയൊന്നുമില്ല. ബേസിക്കലി ഇപ്പൊ ഒരു ഒരു റിക്വസ്റ്റ് മാതിരി, ഒരു വെബ് റിക്വസ്റ്റ് മാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സർവേഴ്സിന് ഡാറ്റ അങ്ങോട്ട് നോക്കി ലൈക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനോ അല്ലെ ഡാറ്റ ഇടാനോ റിട്രീവ് ചെയ്യാനോ എല്ലാം പറ്റും. അതിന്റെ ലൈക്ക് കുറച്ച് മേജർ ആയ കുറച്ച് സാധനങ്ങളാണ് ഗെറ്റ് റിക്വസ്റ്റ്, പുട്ട് റിക്വസ്റ്റ്, ഡിലീറ്റ് ആൻഡ് പോസ്റ്റ്. അപ്പൊ അതിന്റെ പേര് ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രോഗ്രസ് ആണ്. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എവിടെയോ കിടക്കുന്ന ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാൻ. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ലൈക്ക് ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പുതിയ ലൈക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറയുന്നതിനെക്കാളും നല്ല ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. സോ ഞാനിപ്പോ ലൈക്ക് എന്താ പറയാ ലൈക്ക് മീറ്റില് ഒരു ഇതിട്ടുണ്ട്, ഒരു URL ഉണ്ട്, ഡയറക്ടറി ഡോട്ട് APIs. സോ ബേസിക്കലി ഇന്ത്യ ഗവൺമെന്റിന്റെ കുറച്ച് APIs, അതായത് ഗവൺമെന്റിന്റെ കുറച്ച് ഡാറ്റാസും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സൈറ്റ് ആണ്. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ APIs. അപ്പൊ ഇത് കിട്ടുന്നതിന്റെ ഗുണം എന്താ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൊല്യൂഷൻ ബോർഡിന്റെ API ഉണ്ട് എന്ന് വിചാരിച്ചത്. അപ്പൊ ഈ പൊല്യൂഷൻ ബോർഡ് അല്ല, ഇപ്പൊ നമ്മുടെ ഇതില്ലേ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇല്ലേ, EQI. അപ്പൊ ഓരോ സിറ്റീസിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഈ ഷെയർ ചെയ്യുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ആ ഇതിന്റെ ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കാണാൻ ഇപ്പൊ ഡൽഹിയിൽ പൊല്യൂഷൻ ഇങ്ങനെ കൂടി, ഇപ്പൊ കേരളയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ലൈക്ക് നമുക്ക് ഡാറ്റ കിട്ടുന്നത് യൂഷ്വലി ഈ APIs കൂടെയാണ്. അപ്പൊ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ പൊല്യൂഷൻ പറഞ്ഞ സ്ഥിതിക്ക് പൊല്യൂഷന്റെ ഒരു API ഉണ്ട്. അതിന്റെ ലിങ്കും കൂടി ഞാൻ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പൊ പാരലലി ചെയ്തു പോകണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തോ. സോ പാരലലി ചെയ്തു ഞാൻ സ്ക്രീൻ ഷെയറും ചെയ്യാം എന്റെ കൂടെ. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ നോക്കിയതോ, അല്ലെങ്കിൽ മറ്റേ താഴോട്ടേക്ക് ഉണ്ടോ? താഴോട്ടേക്കുള്ള സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല.
സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. സോ ഇതിപ്പോ ഞാനിപ്പോ അയച്ച രണ്ടാമത്തെ ലിങ്ക്. സോ നിങ്ങൾ പാരലി ഫോളോ ചെയ്യുന്ന കുറച്ചും കൂടി കൂളിംഗ് അല്ലെ? ഭയങ്കര കൂളിംഗ്, ഭയങ്കര കൂളിംഗ്. അപ്പം ഇത് ആക്ച്വലി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു എന്താണ് ഒരു API. ഈ APIs ഇതിൽ ബേസിക്കലി ഏകദേശം അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട്. സോ ഇപ്പൊ APIs എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാല് എന്തൊക്കെയുള്ള അത്യാവശ്യം ഉണ്ട്. ഓക്കെ. സോ അപ്പോ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ എന്നിട്ട് കുറച്ചൊന്ന് താഴെ അല്ല ഈ സെലക്ട് കോഡ് സ്നിപ്പൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടോ, എന്നിട്ട് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഈ പൈത്തൺ 3 ഇല്ല, അതും സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഒരു സംഭവം. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുക. ഞാൻ പിന്നെ മറ്റേ എന്താണ് VS Code ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ VS Code ഞാൻ ഇവിടെ എടുക്കുന്നു. ഓക്കെ, ഞാനിത് ഇവിടെ വെറുതെ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ സാധനം അത് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. നേരത്തെ സാധനം ഒന്ന് വെറുതെ പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു VS Code ഒരു വിൻഡോ തുറന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഫസ്റ്റ് തരാണ് കളഞ്ഞു വേണ്ട. ഓക്കെ. സോ ഇനി അത് പറഞ്ഞിട്ട് ഇനി അടുത്ത് എന്താണ്, അപ്പം നമുക്ക് ഇപ്പം നമുക്ക് എന്താ വേണ്ട, നമുക്കൊരു റിക്വസ്റ്റ് ലൈക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടണം, റൈറ്റ്? സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ റിക്വസ്റ്റിൽ ഗെറ്റ് കൊടുക്കുക. സോ ബേസിക്കലി ആ റിക്വസ്റ്റ് നമുക്ക് വേണമെന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ കണക്ഷൻ, സോ ബേസിക്കലി ഇത് HTTP ആണല്ലോ, ലൈക്ക് HTTP റിക്വസ്റ്റ്. സോ അതിൽ നമ്മളെ API ഇവിടുന്ന് വരുന്ന ആ വെബിന്റെ ലൈക്ക് ആ സെർവറിന്റെ ബേസിക്കലി ആ സൈറ്റിന്റെ ലിങ്ക് സെർവറിനെ പോയിന്റ് ചെയ്യുന്ന സോ എന്നിട്ട് ഞാനിതിപ്പോ ഒന്ന് റൺ ചെയ്ത് വിചാരിച്ചു. ഞാനിതിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞാല് സോ ഇതിപ്പോ XML ഫോർമാറ്റിലുള്ള കുറെ ഡാറ്റ ഉണ്ട്. സോ XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് ഏകദേശം ഈ XML-നും JSON ആണ്, ഐ മീൻ JSON ആണ് അധികവും ഉണ്ടാവുക, ലൈക്ക് API അങ്ങനെയല്ല. ബട്ട് JSON അത്യാവശ്യം പ്രിഫറബിൾ. ബട്ട് XML-ഉം ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ XML ആണ്. അപ്പം ഇതിൽ ഇപ്പൊ മറ്റേ നമ്മളെ HTML ഒക്കെ ടാഗ് സിസ്റ്റമാരി ഒരു മെയിൻ ആയിട്ട് ലൈക്ക് XML വെർഷൻ ഒക്കെ ഉള്ള ടാഗ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യ, ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇത് അതിനുള്ള സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്, അതിനുള്ള സിറ്റി അമരാവതി, അങ്ങനെ 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 ഇത് കിട്ടും. അപ്പോൾ അതിലിപ്പോ ഒരു സ്പെസിഫിക് സിറ്റി എടുക്കാം. അപ്പൊ അതിലിപ്പോ ഒരു സ്പെസിഫിക് സിറ്റി എടുക്കുകയാണ്. അപ്പൊ ആ സിറ്റിന്റെ ലൈക്ക് എന്തൊക്കെയാ അപ്പൊ അതിലുള്ള ഓക്കെ. സോ എന്റെ വിശ്വാസം ഇവിടുന്നായിരിക്കും മിക്കവാറും അവരാ ഡാറ്റ എടുക്കണേ. പിന്നെ ലാസ്റ്റ് അവസാനം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ലാറ്റിലേക്ക് ആ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ്. ഇപ്പൊ ഫ്യൂച്ചറിൽ വേണം നിങ്ങൾക്ക് ഇത് ലൈക്ക് മാപ്പിലൊക്കെ പോയിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഈ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് പോയിന്റ് ചെയ്യാം. പിന്നെ പൊല്യൂഷൻ ഇൻഡെക്സ് സാധനങ്ങളൊക്കെ എയർപോർട്ട് AQ87. ഇങ്ങനെയാണ് ഇത്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഇത്രയും എന്താ പറയാ, ഇത്ര എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടുന്നതിന്റെ പകരം എങ്ങനെ നമുക്ക് ക്വയർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കുക എന്നുള്ള ആ ഒരു ചെറിയ സാധനത്തിലേക്ക് പോകാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം അവിടെ അങ്ങനെ തന്നെ. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമുക്ക് കിട്ടിയ സംഭവം ലൈക്ക് ജസ്റ്റ് ആ റിക്വസ്റ്റ് എടുക്കുന്നു. ഇതിൽ എടുത്തിട്ട് പ്രിന്റ് ചെയ്യുന്നതിന്റെ പകരം നമ്മൾ വേറൊരു സംഭവം ഉണ്ടാക്കും. ലൈക്ക് ജസ്റ്റ് ആ XML ഫോർമാറ്റിലേക്ക് എന്താ പറയാ, ആ XML ഫോർമാറ്റിലാണല്ലോ വരുന്നത്. അപ്പൊ ഈ XML ഫോർമാറ്റിലേക്ക് നമുക്ക് ഈസിയർ ആയിട്ട് ലൈക്ക് ആ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം XML.E3 ബേസിക്കലി പൈത്തൺ ഓൾറെഡി ഇൻബിൽഡ് ചെയ്തതാണ്. എന്നിട്ട് അതിന് ഞാൻ വെറുതെ വേരിയബിൾ EP എന്നുള്ള വേരിയബിൾ കൊടുത്ത് അപ്പൊ അതിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ. സോ ഇതിങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ജസ്റ്റ് അതിന്റെ ഡോക്യുമെന്റേഷൻ വായിച്ച് ചെക്ക്ഔട്ട് ചെയ്യാം. ഇതിപ്പോ ഈ സെഷനിൽ ഇപ്പൊ ഇങ്ങനെ ഡോക്യുമെന്റേഷൻ വായിച്ച് ചെക്ക്ഔട്ട് ചെയ്തതിന്റെ ടു നൈസ് ലൈക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. സോ യു ഗൈസ് കുഡ് ജസ്റ്റ് എന്താ പറയാ, ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട് എന്നറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഫ്യൂച്ചറിൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി ആവശ്യമുള്ളപ്പോൾ. സോ ഇപ്പോ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് കേരള, ഐ മീൻ കേരള എന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ. സോ നമ്മൾ തിരിച്ചറിയും. ഓക്കെ. സോ നമ്മളുടെ
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ XML ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഇതിപ്പോ ഭയങ്കര താഴെത്തിട്ട് ഇപ്പൊ കൺട്രി ഇന്ത്യ എന്നിട്ട് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആ ഒരു ഓർഡർ ഉണ്ടല്ലോ. സോ ആ ഒരു ഓർഡറിൽ നമുക്ക് ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലൈക്ക് നമ്മൾ ആ ഫെച്ച് ചെയ്ത ഡാറ്റ ഇല്ലേ, ആ ഗെറ്റ് ഫെച്ച് ചെയ്ത ഡാറ്റയെ വെച്ചിട്ട് ഈ റൂട്ട് എന്ന് പറയുന്ന എലിമെന്റിലേക്ക് ഇടാം. എന്നിട്ട് ആ റൂട്ട് ഡോട്ട് കണ്ടു ഓക്കെ. സോ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് കേരളേന്റെ ഡീറ്റെയിൽസ് ആണ്, കേരളേനെ മാത്രം മതി. ഇപ്പൊ ഇതിൽ കുറെ സ്റ്റേറ്റ്സിന് ഉണ്ടല്ലോ. അപ്പൊ കേരളേനെ മാത്രം ഇതാക്കാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കണം, ലൈക്ക് ഈ ഒരു ഡോട്ട് സ്ക്രിപ്റ്റ് ഐ മീൻ ആ ഒരു സിന്റാക്സ് പഠിച്ചാൽ മതി. ID is equal to കേരള. അപ്പൊ ഈ സ്റ്റേറ്റിൽ ഈ സ്റ്റേറ്റിനുള്ള ഒരു എന്താണ് ID എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ ID കേരള എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ് എന്നുള്ള സംഭവം ജസ്റ്റ് സേവ് ചെയ്യാം. അപ്പൊ അത് ട്രൂ ആണെങ്കിൽ, അതായത് അങ്ങനത്തെ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് അത് ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റിന്റെ ID ആദ്യം പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ഐ മീൻ ജസ്റ്റ് ആ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ സംഭവം. അപ്പം ഞാൻ ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ. സോ ഇതിപ്പോ നമുക്ക് കണ്ടോ കേരളത്തെ എന്താണ്, കേരളത്തെ ലൈക്ക് എന്തായാലും പൊല്യൂഷൻ ലൈക്ക് AQIന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയ ഓസോൺ ഒക്കെ ഉണ്ട്. പക്ഷേ ഓക്കെ ഇത് കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആണ്. പിന്നെ മാതിരി ഓക്കെ. സോ ഇതിൽ ആക്ച്വലി നൈട്രോജൻ എല്ലാം, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ സാധനം ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ബേസിക് API റിക്വസ്റ്റ്. API റിക്വസ്റ്റ് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഹാക്കത്തോൺസിന്റെ സാധനമൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇന്ന് വേറെ പല പല API സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഗവൺമെന്റ് ഡാറ്റാബേസ് ഇത് എല്ലാം തന്നെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് API യൂസ് ചെയ്യാൻ പറ്റിയ then എന്താ പറയാ. ഓക്കെ. പിന്നെ പൈത്തണിന്റെ വേറൊരു കൂൾ കാര്യം ഞാൻ കാണിച്ചു തരാം. സോ പൈത്തണിന്റെ ഒരു വേറൊരു കൂൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈത്തണില് ഇപ്പൊ ഈ സ്ക്രിപ്റ്റിംഗ് ലൈക്ക് പൈത്തൺ ഒരു പീസ് നമ്മളിപ്പോ ഒരു സെയിം ഇപ്പോ പ്രോഗ്രാമിംഗ് കൊടുക്കാം. അപ്പൊ നമുക്കിപ്പോ ഒരു സാധനത്തിൽ വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും സെറ്റ് ഓഫ് ഫയൽസ് ഉണ്ടാക്കണം, ഇത്രയും സെറ്റ് ഓഫ് ഫോൾഡേഴ്സ് ഉണ്ടാക്കണം. എപ്പോഴും ഒരു നമ്മൾ ഈ സെയിം കോൺസ്റ്റന്റ് സാധനം പക്ഷെ നമ്മളത് മാനുവലി ചെയ്തുകൊണ്ടിരിക്കും. പൈത്തൺ വെച്ചിട്ട് ആക്ച്വലി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് റാദർ ദാൻ എന്താ പറയാ മാനുവലി ബിൽഡിംഗ് സാധനങ്ങൾ നമുക്ക് പൈത്തൺ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ഞാനിപ്പോ ചെയ്യുന്ന കോഡിങ് സ്റ്റാൻഡേർഡിലാണ് ശരി പോകുന്നത്. ആക്സസ് ചെയ്യാൻ സുഖമില്ല. പിന്നെ ഞാൻ പിന്നെ കുറച്ച് സംസാരിക്കാം. സോ ബേസിക്കലി അപ്പൊ ഇനി പൈത്തൺ വെച്ചിട്ട് നമ്മൾ എങ്ങനെ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം, അത് ആക്ച്വലി ഭയങ്കര കൂളാണ്. സോ നമ്മളിപ്പോ വെബ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പക്ഷേ അതിലെന്ത് വേണം ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് ഈ സ്പെസിഫിക് ഫോൾഡേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ
ഓക്കെ. സോ മറ്റേ നമുക്ക് ടോപ്പിക് ആണ് ഞാൻ ചിലപ്പോൾ ചാറ്റ് ജിപിടിനോട് ഒരു സംഭവം ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ. സോ ബേസിക്കലി ഈ ഓട്ടോമേഷന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞാല് ലൈക്ക് എന്തെങ്കിലും പ്രോജക്റ്റും സംഭവം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു വെബ് ഡെവലപ്മെന്റ് നമ്മൾ ഒരു വെബ് എന്തെങ്കിലും സാധനം ബിൽഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രോം എക്സ്റ്റൻഷൻ ഭയങ്കര അടിപൊളി എക്സാമ്പിളാണ്. ഇപ്പോൾ ക്രോം എക്സ്റ്റൻഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കയ്യിൽ മാനിഫെസ്റ്റ് ഡോട്ട് യാമൽ എന്നൊരു ഫയൽ എപ്പോഴും ലൈക്ക് വേണം. മാനിഫെസ്റ്റ് ജേസൺ ആയിരുന്നു. സോ ബേസിക്കലി അങ്ങനെ ഒരു ഫയൽ വേണം. ജേസൺ എന്ന ജേസൺ ഫയൽ വേണം. സോ ആ സംഭവം എപ്പോഴും നമ്മൾ ലൈക്ക് ടൈപ്പ് ചെയ്യുന്ന നഗരമാണ് ഈ പൈത്തൺ വെച്ചിട്ടേക്ക് അത് വേണം. പിന്നെ എന്താണ് അങ്ങനെ മൾട്ടിപ്പിൾ ഫയൽസ് എപ്പോഴും നമുക്ക് വേണ്ടി വരും. പക്ഷെ അത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ നഗരം ജസ്റ്റ് ഐ മീൻ ലൈക് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എക്സെപ്ഷൻ, ബട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പൈത്തൺ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കാം. സോ ഇതിലിപ്പം ഒ എസ് എന്നൊരു മോഡ്യൂൾ. ഒ എസ് ഭയങ്കര പവർഫുൾ മോഡ്യൂളാണ്. നമുക്ക് എന്താ പറയാ ഈ ഒ എസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം വരെ ഉണ്ട്. മറ്റേ എന്താ പറയാ ഒ എസ് ഡോട്ട് മറ്റേ റാൻഡം സ്ട്രിംഗ് ജനറേറ്റ് ജസ്റ്റ് മറ്റേ സിസ്റ്റം 32 ലൈക്ക് വിൻഡോസിന്റെ സിസ്റ്റം 32 ഡിലീറ്റ് ചെയ്യുന്നത്. ബേസിക്കലി സിസ്റ്റം 32 മറ്റേ വിൻഡോസിന്റെ എന്താ പറയാ ഫയൽ സിസ്റ്റം ഡാറ്റയൊക്കെ നിൽക്കുന്നത്. സോ സിസ്റ്റം 32 ഡിലീറ്റ് ചെയ്ത് ഓബിയസ്ലി വിൻഡോസ് ക്രാഷ് ആവും. അങ്ങനെ ഒരു ഗെയിം കുറച്ചാലും ഐ മീൻ അത്യാവശ്യം കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ പോകുന്നു. സോ ഈ ഒ എസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ലൈക്ക് മേക്ക് ഡിഫറൻസ് എന്നുള്ളത്. സോ ആ ഒരു ഫംഗ്ഷന് എന്ത് ചെയ്യും, രണ്ട് വാല്യൂസ് എടുക്കും. അവിടെ പെർഫോം കാണാം എന്നാണ് ആ ഫോൾഡർ, അതായത് ആ ഒരു അറിയോ ഐ മീൻ എന്താ പറയാ ആ ഒരു അറിയില്ലേ ഈ ഫോൾഡേഴ്സ് എന്ന അതിലിപ്പം പൈത്തൺ അറിയാലേ, അങ്ങനെ പറയണതില്ല. ബേസിക്കലി ഒ എസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ദെൻ ഫയൽ പാത്ത് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിതാ ഇതിപ്പോ ഇവിടെ ഇപ്പൊ പൈത്തൺ ഉണ്ടാക്കി ഫോൾഡർ 1 ഫോൾഡർ 2. ഇപ്പൊ ഫോൾഡർ 1 പോയി കഴിഞ്ഞാല് ഇപ്പൊ ഫോൾഡർ 1 കഴിഞ്ഞാൽ ദിസ് ഈസ് file1.txt ഇൻസൈഡ് ഫോൾഡർ 1. സോ ആ ഒരു ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് കൊടുക്കും. സോ കസ്റ്റമൈസ് ചെയ്യും. ഇല്ല ഗൈസ്, നമുക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ പറയാം. ഹലോ പീപ്പിൾ. സ്പെസിഫിക് പൈത്തൺ യൂസ് കേസസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ ലൈക്ക് പൈത്തണിന്റെ ബേസിക് QR കോഡ് ജനറേഷൻ പരിപാടി കൊടുക്കും. സോ ഇതുപോലെ ടിൻഡാഹാക്കില് ഹാർഡ്വെയർ സംഭവം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. ബട്ട് പൈത്തനെ കൊണ്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാന്ന് കാണണം. ഇങ്ങനെയാണെങ്കിൽ കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓട്ടോമേഷൻ എന്തെങ്കിലും എങ്ങനെയാ ഫോർ എക്സാമ്പിൾ അർബിനോ പൈത്തൺ ഇന്റർഫേസ് ചെയ്യണോ? ഹലോ ഗൈസ്, എന്തൊക്കെ എന്തെങ്കിലൊക്കെ. സോ
പൈത്തൺ ഓക്കെ. അപ്പൊ പൈത്തണോ അർഡീനോ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ഫയൽ ഉണ്ടാക്കാം. ഒരു ഫയൽ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് കൂടെ അർജീന അതല്ലേ അല്ലേ അതല്ലേ ഓക്കെ. കുറവാണെങ്കിൽ സോ ബേസിക്കലി അർഡീനോ കണക്ട് ചെയ്യാൻ നമുക്ക് സീരിയൽ എന്ന് പറഞ്ഞൊരു ലൈൻ അതാണ്. ഓക്കെ. നമുക്ക് അർഡീനോ യൂസ്വലി കണക്ട് ചെയ്യാൻ നമുക്ക് സീരിയൽ എന്ന് പറഞ്ഞൊരു എന്താണ് ലൈബ്രറി. അപ്പൊ അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആർഡിനോ കണക്ട് ചെയ്യുന്ന കോം പോർട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ ലൈക്ക് ബിറ്റ് റേറ്റ് എത്ര ബിറ്റ് റേറ്റ് ആണ് ജസ്റ്റ് അർഡിനോ വർക്ക് ചെയ്യുന്നത് അതൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ സീരിയൽ ഡോട്ട് സീരിയൽ എന്നുള്ള ഫംഗ്ഷൻ ആണ് ബേസിക്കലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കണേ. സോ ഇത് നിങ്ങൾ ശരിക്കും ചെയ്യണേ, നിങ്ങൾ ഇത് സൂക്ഷിക്കേണ്ട യൂസ്വലി ഇത് സെയിം ലാപ്ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക അർഡിനോ ഐ ഡിയും ഈ പൈത്തൺ സ്ക്രിപ്റ്റും കണ്ടില്ല. അപ്പൊ അർഡിനോ ഐ ഡി ഇപ്പൊ കോം പോർട്ട് ഇപ്പോൾ 3 ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ കോം പോർട്ട് 3 ഓൾറെഡി അർഡിനോ ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഈ സ്ക്രിപ്റ്റ് ആക്ച്വലി വർക്ക് ചെയ്യുക. അപ്പോൾ സീരിയൽ ഡോട്ട് സീരിയൽ അർഡിനോ പോർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ബിറ്റ് റേറ്റ് എന്താ യൂഷ്വലി ഞാൻ 600 ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക ബിറ്റ്സ് സെക്കൻഡ് ബിറ്റ് റേറ്റിന് നോക്കാൻ. സോ ഈ ഒരു ഇതാണ് യൂഷ്വലി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുക. ദെൻ നമുക്ക് സെൻഡ് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അർഡിനോ ഡോട്ട് റൈറ്റും റിസീവ് ചെയ്യണമെങ്കിൽ അർഡിനോ ഡോട്ട് റീഡിലേയും. അതിനെ ജസ്റ്റ് അത് ബിറ്റ്സിലായിരിക്കും അതിനെ ഡീകോഡ് ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡീകോഡ് ചെയ്തു. സോ ഓഡിയോ കേൾക്കുന്നില്ല? ഹലോ, ഇപ്പോഴും ക്ലിയർ അല്ല? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ ഹലോ ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ. ആ സോ സോ യാ സോ അർഡിനോ സീരിയൽ എന്ന് പറഞ്ഞ ലൈബ്രറി ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ അർഡിനോ വെച്ച് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ ഫയൽസ് ഞാൻ ഷെയർ ചെയ്യട്ടോ. ഞാൻ അല്ലെങ്കിൽ കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കണ്ടു. കാരണം ഞാൻ പാരലി ചെയ്ത് ഓൺലൈൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ബട്ട് സോ അടുത്തതായി നമുക്ക് ഇനി പറയാൻ പറ്റുന്നതാണ്
ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സംഭവം ബേസിക്കലി ഞാൻ എന്റെ ഇനീഷ്യൽ എന്റെ ഐഡിയ വാസ് ലൈക് പൈത്തൺ അതിന്റെ ആണ് ശരി അറിയാലോ പിന്നെ ലൈക്ക് എന്നെ പിന്നെ ഈ റിക്വസ്റ്റ് സാധനങ്ങൾ പിന്നെ പൈത്തൺ ആവശ്യം ഇപ്പൊ എന്താ ചെയ്യാ ഈ പൈത്തൺ സർവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി അത് നിങ്ങൾ യൂസ് കേസിനനുസരിച്ച് നിങ്ങൾ മാറ്റുക. ഞാൻ ചെറിയ ചെറിയ സർവർ എപ്പോഴും ക്ലാരിറ്റി ഇല്ല ഓഡിയോ ഓക്കെ ആണോ? So yeah. So, ഇതാ ഈ HTTP എന്ന് പറഞ്ഞ പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പൈത്തൺ യൂഷ്വലി സർവേഴ്സ്. സോ പൈത്തണിൽ സർവേഴ്സ് ആക്ച്വലി അടിപൊളിയായിരിക്കും. തന്നെ എന്തെങ്കിലും ഫയലൊക്കെ ഷെയർ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരേ വൈഫൈ കണക്ട് ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ വേണമെങ്കിൽ ചെറിയ പൈത്തണിന്റെ സർവർ ഏറ്റവും ഫീസുള്ള മെത്തേഡല്ലേ. ഇതിനെക്കാട്ടും ഒരു 1000 അടിപൊളി വേറെ വഴികളുണ്ട്. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഫ്രീ വിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫയലൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൾഡർ എങ്ങനെ ലോക്കൽ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ലൈക്ക് ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ് ഫോർട്ട് നമ്മുടെ ഹോസ്റ്റ് വേറെ ഡൊമൈനും IP അഡ്രസ് ലോക്കൽ ഹോസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഓക്കെ ഈ HTTPS സർവർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിന് ആ ഒരു ഹോസ്റ്റ് പോർട്ട് പിന്നെ ഹാൻഡിൽ ക്ലാസ്. സോ ഞാൻ okay, so server running on a port. ഹലോ ഗൈസ്, എന്റെ ചെറുതായിട്ടുള്ള കറണ്ട് പോയി. അപ്പൊ കുറച്ച് ഇന്റർനെറ്റ് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ക്യാമറ ഓക്കെ. സോ എന്റെ മൂന്ന് പ്രേതത്തിനായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ.
Should. ഓക്കെ, എന്റെ മീറ്റ് ഇപ്പൊ സ്റ്റക്കായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നൈസ്. ഓക്കെ, നൈസ് 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 നൈസ്. ഓക്കെ, സോ ബാക്ക് ടു നമ്മുടെ സർവർ ക്വസ്റ്റ്യൻ. ഓക്കെ, 404 ടെക്നിക്കലി ഞാൻ വരരുതല്ലോ. എന്തായാലും നോക്കാം എന്താ പ്രശ്നം. ജെന്റൽമാൻ ഇങ്ങനെയൊന്നും വേണ്ടോ? കരുതാന്ന്. ഓക്കെ, 2 സെക്കൻഡ്. എനിക്കാരുടെ പറ്റിച്ചു. ഇതിനിപ്പോ 404 എന്ത് വരുന്നേ? ചാറ്റ് GPT നേരത്തെ വർക്ക് ഇതാണ്. ഷോ, ഇൻട്രസ്റ്റ്. Yeah. Yeah. ഓക്കെ, ഞാൻ പിന്നെ തിരിച്ചു. ചോദ്യ വ്യത്യാസം നോ സിമ്പിൾ സൗകര്യം. സോ നേരത്തെ HTTP തന്നെയാണ് ഉപയോഗിക്കുക. ഹലോ, പറയുന്നത് കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കില്ലേ? ഓക്കെ, ഓക്കെ. നേരത്തെ തന്നെ നമ്മൾ HTTP ഇമ്പോർട്ട് ചെയ്യുന്നു. അതൊരു പോർട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അതിന്റെ മുന്നിൽ ഓക്കെ, അത് വർക്ക് ആയി തോന്നുന്നുണ്ട്. പ്രീവിയസ് ലിങ്ക് കോപ്പി ചെയ്ത് നോക്കാം.
ഓക്കെ. വരുന്നില്ല. നൈസ്. എന്താ വരാത്തത്? ഞാൻ എന്റെ ഇതാ ഉപയോഗിക്കണത്. എന്തായാലും വന്നു. ഓക്കെ, നൈസ് നൈസ് നൈസ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചാൽ വരില്ല. ഓക്കെ, ബേസിക്കലി ഇപ്പോ കണ്ടോ, നമ്മളിപ്പോ നമ്മൾ ഹോസ്റ്റ് ചെയ്ത ആ ഒരു ഡയറക്ടറിന്റെ ഫുൾ സംഭവം വന്നു. ഇപ്പോ ഏതെങ്കിലും പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിന്റെ റോസ് ഫയല് കാണിക്കും. നൈസ് നൈസ്. വന്നു. ഇന്റർനെറ്റിന്റെ പ്രശ്നം കുറച്ച് സ്ലോ ആയത് നോക്കല്. ഓക്കെ, നൈസ്. പിന്നെ പൈത്തൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൂൾ സംഭവം എന്ന് പറഞ്ഞാല് ഇനി അതിനൊരു ബന്ധമൊന്നുമില്ല. നമുക്ക് ഓക്കെ. ഈ സ്പോട്ട് ഡി എൽ എന്ന് പറയുന്ന ഒരു ടൂൾ. അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ സ്പോട്ട് ഡി എൽ സ്പേസ് അതിലിപ്പോ സ്പോട്ടിഫൈ എടുക്കുക, പഴയ പാട്ടൊക്കെ ഇപ്പൊ ഇതെടുക്കുക, ഷെയർ എടുക്കുക, കോപ്പി ലിങ്ക് അടിക്കുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ബൈ ദ വേ ഇത് പൈററ്റിംഗ് ആണോ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് യെസ്, പക്ഷെ എന്നാലും ഡൗൺലോഡ് ആയി കിട്ടും. സോ വെയിറ്റ്, ഇങ്ങനല്ല കേട്ടോ, സിന്റാക്സിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാ കണ്ടോ, ജസ്റ്റ് ആ ലിങ്കിന്റെ മുന്നേ ഒരു മൈനസ് എല്ലും കൂടി കൊടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാം. സെക്കൻഡ് എന്തായിരുന്നു ഫുൾ പ്ലഗിൻ ഉണ്ട് സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്യുന്ന. അപ്പം ഇത് തന്നെയാണല്ലോ. 2 സെക്കൻഡ് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഞാനതും കൂടി കണ്ടിരിക്കാം. പിന്നെ ജസ്റ്റ് അതല്ലാണ്ട് പൈത്തൺ സ്പെസിഫിക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ പറയാം? കാരണം എനിക്ക് അങ്ങനെ ഇപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് എന്താ എടുക്കണം, അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് റാൻഡം API അത്യാവശ്യം യൂസ് ചെയ്യുന്ന സാധനമല്ല. പിന്നെന്താ, പിന്നെ മറ്റേ സ്ക്രിപ്റ്റ് മറ്റേ ജസ്റ്റ് ആ ഫയല് സംഭവങ്ങൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന സംഭവങ്ങളാ, അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും സ്പെസിഫിക് പൈത്തൺ ബേസ്ഡ് ക്യാമറ പൈത്തൺ ബേസ്ഡ് എന്തെങ്കിലും യൂസ് കേസ് ഉണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് അതും കൂടി ഒന്ന് പറഞ്ഞ് നല്ല കൺക്ലൂഡ് ചെയ്യാം. എന്റെ വൈഫൈയുടെ എല്ലാം കൂടി സൈഡിലായി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പോയിന്റ്. സോ യാ, ഗൈസ്, എന്താ പറയാ, എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കണ്ട് കമന്റ് ചെയ്യോ? എത്ര 20-25 ആൾക്കാരല്ലേ? ഓക്കെ, സോ സെഷൻ എൻഡ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഓക്കെ, തംസ് അപ്പ് എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ബൈ ഗൈസ്. സോ എന്നെ അഥവാ ഇത് വേണമെങ്കിൽ മറ്റേ ലിങ്കിൽ തപ്പിയാൽ മതി, ഋഷി കൃഷ്ണ എസ്. അപ്പൊ അഥവാ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെ ചോദിക്കുക. പിന്നെ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു ഫോർ വന്നതിന്. താങ്ക് യു.